അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹി മാ ബഅദ്. മഅല്ലി ജുസ്ഉ താനി കിതാബുൽ ബൈ. അപ്പോൾ ബൈൻ്റെ ഷർത്തുകൾ 5 ഷർത്തുകളുണ്ടെന്നാണ്. ഒന്ന് തഹാറത്തു അയിനാണ്, അയിന് താഹിറായിരിക്കണം എന്നാണ്. അപ്പോൾ നായ കച്ചവടം, കള്ളൻ കച്ചവടം, അതുപോലെ പന്നി കച്ചവടം, ഇതേ പ്രകാരം തന്നെ ശുദ്ധീകരണത്തിന് സാധ്യമല്ലാത്ത മുത്തനജ്ജിസ്, ഹല്ല്, ലബൻ, ദുഹന്, ഇതൊക്കെ ഒന്നും എന്താക്കാൻ പറ്റില്ല, വെക്കാൻ പറ്റില്ല എന്നാണ്. നശായ ശുദ്ധിയാക്കാൻ പറ്റില്ല അസഹായ പ്രകാരം. രണ്ടാമത്തത് മീൻ ഷുറൂത്തിൽ മബീ, കച്ചവട ഷർത്തിൽ നിന്ന് മബീൻ്റെ വിൽക്കപ്പെടുന്ന സാധനത്തിൻ്റെ ഷർത്തിൽ നിന്നുള്ള രണ്ടാമത്തത് നഫാണ്, ഉപകാരമാണ്. സംഗതി വാങ്ങുന്ന സാധനം കൊണ്ട് ഒരു ശറഈയായ ഉപകാരം വേണം. അങ്ങനത്തേനെ എന്താക്കാൻ പറ്റുള്ളൂ, വെക്കാൻ പറ്റുള്ളൂ. ഫമാല നഫ ഫീഹി ലൈസ ബിമാലിൻ. അപ്പോൾ നഫയില്ലാത്തൊരു സംഗതി മാലായിട്ട് കൂട്ടൂല, മുതലായിട്ട് കൂട്ടൂല. ഫമാ ഒന്ന് ലാ നഫ ഫീ, അതിലൊരു ഉപകാരവുമില്ല. അങ്ങനത്തെ ഒന്ന് ലൈസ ബിമാലിൻ, മുതലല്ല. ഫലാ യുഖാബിലു ബിഹി, അപ്പോൾ ആ ഒന്നിനോട്, ആ ഉപകാരമില്ലാത്ത ഒന്നിനോട് നേരിടിക്കൂല, മുഖാബല ചെയ്യൂല ആ മുതലുകൊണ്ട്. അപ്പം മുതലിന് പകരം മുതലല്ലാത്തതിനെ വാങ്ങൽ വരും, അത് പറ്റൂല. അപ്പം നഫ് വേണം, ശറഈയായ നഫ് വേണം. ഇപ്പോഴേ എന്താവുള്ളൂ, അതൊരു മുതലായിട്ട് പരിഗണിക്കുള്ളൂ. മുതലായിട്ട് പരിഗണിക്കുമ്പോഴേ കച്ചവടം ചെയ്യാൻ പറ്റുള്ളൂ. ഫമാല നഫ ഫീ, ഉപകാരമില്ലാത്തത്, ലൈസ ബിമാലും, മുതലല്ല. ഫലാ യുഖാബിലു ബിഹി, അപ്പം മുതലുകൊണ്ട് അതിനെ നേരിടിക്കില്ല, അതിൻ്റെ അവിടെ പിന്നെന്താവൂല, എനിക്ക് മുഖാബലയാക്കൂല അതിനെ മുതലിനെ. ഫലാ യസിഹു, അപ്പം പറ്റൂല, സഹിയാകൂല. ബൈഉ, കച്ചവടം, അല്ല അശറാത്തിനെ കച്ചവടം, പ്രാണികളെ കച്ചവടം, അല്ലെങ്കിൽ ഇഴജന്തുക്കളെ കച്ചവടം, ഇഴജന്തുക്കൾ, പ്രാണികൾ, ഇവകളൊന്നും കച്ചവടം ചെയ്യാൻ സഹിയാവൂല. കാരണം ഒരു ഉപകാരം, ശറഈയായ ഉപകാരമില്ല. വിപത്തീഷീനി, ഹഷറാത്ത് എന്ന ഹഷറാത്ത്, കൽ ഹയ്യാത്തി, പാമ്പ്, വല്ലാക്കാരിബ്, തേള്, ഒരു പേറാൻ, എലികൾ, ഒരു ഖനാഫിസ്, വണ്ട്, എന്നമ്മല്, എറുമ്പ്, വനഹവിമാത് പോലത്തതൊക്കെ. വണ്ട്, എറുമ്പ്, എലി, തേള്, പാമ്പ് പോലത്തേനൊന്നും വിൽക്കാനെന്താവില്ല, പറ്റൂല. ഇതൊന്നും ശറഈയായൊരു ഉപകാരം അതിൽ കാണുന്നില്ല, അതുകൊണ്ട് തന്നെ. അപ്പം നഫില്ലാത്തതുകൊണ്ട് കച്ചവടത്തിന് പറ്റൂല. ഇത് ലാ നഫ ഫീഹ, ഇതിലൊന്നും എന്തില്ല, ഒരു ഉപകാരമില്ല. യുഖാബിലു ബിൽ മാലി, മുതലിനോട് നേരിടിക്കാൻ, മുതൽ അതിൻ്റെ പ്രതിഫലമായിട്ട് നൽകാൻ പറ്റുന്ന ഒരു ഉപകാരം ഇതിലൊന്നും ഇല്ല, അതുകൊണ്ട് ഈ കച്ചവടം പറ്റൂല. വൈൻ ദക്കറലഹ മനാഫിഉ, അതിന് ഉപകാരം പറഞ്ഞാലും ശരി. ഫിൽ ഖവാസി, ചില പ്രത്യേകതയിൽ വൈദ്യശാസ്ത്രത്തിലും അവിടെ ഇവിടെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ചില ഉപകാരങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ശറഈയായ ഒരു ഉപകാരം അതിൽ ഇല്ല. തിബിൻ്റെ ഭാഗത്തിലൂടെയൊക്കെ ചിലപ്പോൾ ചില ഉപകാരങ്ങളുണ്ട്. അട്ട കടുപ്പിച്ചാലുണ്ടാവും, മറ്റേ അട്ടനെ വെക്കാം, അപ്പം അട്ടനെ വെക്കാൻ പറ്റുന്ന വരും, ഉപകാരം ഉണ്ട്. അങ്ങനെ നീരൊക്കെ വലിച്ചെടുക്കാനൊക്കെ അട്ടനെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ പാമ്പിന് എന്തെങ്കിലുമൊക്കെ വൈദ്യശാസ്ത്രമായിട്ട് ചെറിയ എന്തൊക്കെ അതിലുപകാരം പറയുന്നുണ്ടെങ്കിലും ശറഈയായ നിലക്കെന്തില്ല, അതിലൊരു ഉപകാരം കാണുന്നില്ല. അതുകൊണ്ട് അത് മുതലല്ല എന്ന് നോക്കുമ്പോൾ മുതലുമായിട്ട് അതിനെ നേരിടിക്കാൻ പറ്റൂല. അപ്പം ഫലാ യസിഹു ബൈഉൽ ഹശറാത്തി, ഹശറാത്തിനെ വിൽക്കാൻ പറ്റൂല. വകുല്ലി സബുഇൻ, എല്ലാ പിടിമൃഗങ്ങളെയും, ലായം ഉപകാരമില്ലാത്ത പിടിമൃഗങ്ങൾ, അതിനും എന്താക്കാൻ പറ്റില്ല, വിൽക്കാനും കച്ചവടം ചെയ്യാനൊന്നും പറ്റൂല. കല്ലസദി, സിംഹം പോലെ, വദ്ദീബി, ചെന്നായ പോലെ, വന്നമിലി, പുലി പോലെ, വള്ളിപ്പുലി,
ഒമാഫിക്തിനായിൽ മുലൂക്കി രാജാക്കന്മാർ വളർത്തുന്ന ഒന്നയിൽ ലഹ ഇതുകളെ രാജാക്കന്മാരെന്ന അസദിനും നമിറിനൊക്കെ വളർത്തുന്നുണ്ട്. അത് മിനൽ ഹൈബത്തി സിയാസിയത്തി സിയാസിയായ ഹൈബത്തിനാൽ അതിലുള്ള ഒന്ന് കേട്ടോ. ഒമാ ഒന്ന് ഫിക്തിനായിൽ മുലൂക്കി രാജാക്കന്മാർ വളർത്തുന്നതിലുള്ള ഒന്ന് ലഹ ഈ പിടിമൃഗങ്ങളെ മിനൽ ഹൈബത്തി ഹൈബത്തിനാൽ ഒരു പുലിയെ കണ്ട് നോക്കുമ്പോൾ എന്തുണ്ടാവും, ഒരു ഹൈബത്ത് വരും. സിയാസിയ ഹൈബത്ത്, ഒരു രാഷ്ട്രീയപരമായ ഒരു ഹൈബത്ത്. അത് ലൈസ മിനൽ മനാഫിയിൽ മുഴുത്തപ്പുറത്തി അത് പരിഗണിക്കപ്പെടുന്ന ഒരു ശറയ്യായ നമ്മൾ പറയുന്ന ഉപകാരത്തിൽപ്പെട്ടതല്ലാത്തത് കൊണ്ട് എന്താണ് അതൊന്നും ഒരു ഉപകാരമായി നമ്മൾ കണക്ക് കൂട്ടൂല. അപ്പം രാജാക്കന്മാർ വളർത്തുന്നുണ്ടല്ലോ, വലിയ വലിയ ആൾക്കാർ വളർത്തുന്നുണ്ടല്ലോ, അപ്പോൾ ഓരോരുത്തർക്കൊരു അയ്മ്പത്തൊക്കെ കിട്ടാൻ വേണ്ടി അവിടെ പുല്ലുള്ള വീടാണ് മറ്റേ വീടാണെന്നൊക്കെ ഉള്ള നിലക്ക് അങ്ങനെ. അപ്പോൾ ഈ രാഷ്ട്രീയപരമായ ഈ ഹൈബത്ത്, ഈ ഭയഭക്തി, ആ ഭയം ഇതിനാൽ ഒക്കെ ഉണ്ടാവുന്നുണ്ട് രാജാക്കന്മാർ ഇതിനെ വളർത്തുന്നതിൽ. അത് എന്തല്ല ലൈസ മിനൽ മനാഫിയിൽ മുഅ്തബറ, നാം പരിഗണിക്കപ്പെടുന്ന ആ മനാഫിയിൽപ്പെട്ടതല്ല, ഉപകാരത്തിൽപ്പെട്ടതല്ല. വസ്സബഉൻ നാഫിഉ ഉപകാരപ്രദമായ പിടിമൃഗം കല്ലബി കൈതപ്പുലി ലില്ലകിരി തിന്നാൻ, പിന്നെ വൽഫഹദി പുള്ളിപ്പുലി ലിസ്സൈദി വേട്ടയ്ക്ക്, വൽഫീല ആനലിൽ കിത്താലി യുദ്ധത്തിന്. അതുപോലെയാണ് ഏത് പിടിമൃഗം ഉപകാരമുള്ള പിടിമൃഗം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഉപകാരമുള്ളതിന് ഇതിനൊക്കെ കച്ചവടം ചെയ്യാൻ പറ്റും. ഉപകാരം ഇല്ലാത്തതാണ് ഇപ്പം എന്തൊക്കെയാണ് ചെറിയ ഉപകാരം, യുദ്ധം, അത് തിന്നുക, അതുപോലെ തന്നെ എന്താണ് വേട്ടയാടുക, ഇതിനൊക്കെ ഉപകാരമുണ്ട്. ഏത് പുള്ളിപ്പുല്ലിനൊക്കെ ഉപയോഗിച്ചാണ്ട്, അതുപോലെ തന്നെ കൈതപ്പുല്ലിനെ തിന്നാൻ പറ്റും. അപ്പോൾ ചെറിയ ഉപകാരമുള്ളതിനെ വാങ്ങാം. ഉപകാരം ഇല്ലാത്തതിന്, ഒരു ഉപകാരം ഇല്ലാത്തതിനാണ് എന്താക്കാൻ പറ്റില്ല, വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. കല്ലബയിലില്ലാക്കിലി. അപ്പം വസ്സബയിൽ നാഫിയു നാഫിയായ ഉപകാരപ്രദമായ പിടിമൃഗം കല്ലബി ലബ് പോലെയാണ്. അതെന്തിനാലില്ലാക്കിലി തിന്നാൻ. വൽ ഫഹദി ഫഹദിനെ പോലെയാണ്, ഫഹദ് വാരിയാണ്. ഫഹദ് പറഞ്ഞാൽ പുള്ളിപ്പുലി. എന്തിനാണ് പുള്ളിപ്പുലിനെ ഉപയോഗിക്കാൽ? സ്വൈദിന് വേട്ടയ്ക്ക് ഉപയോഗിക്കും. പിന്നെ വൽ ഫീലി ആന പോലെയുമാണ്. എന്തിനാണ്? ദീർഘിത്താൽ യുദ്ധത്തിന്. അപ്പോൾ അതൊക്കെ കാശ് കൊടുത്ത് വാങ്ങാം, കച്ചവടം നടത്താം. വല ബൈയു ഹബ്ബത്തയിൽ ഹെന്തത്തി കോതമ്പത്തിൻ്റെ 2 മണി വെക്കാൻ പറ്റില്ല. ഒരു ഉപകാരമില്ലല്ലോ ഇപ്പോൾ. എന്താ 2 മണി കൊണ്ട് കേട്ട് 1 മണി 2 മണി ഓനാഹബിയ അതുപോലത്തത്. നെല്ലിൻ്റെ 2 മണി ഓക്കെ. ലാന്ന താലിക്കലായുദ്ധ മാലൻ ഒരു മുതലായിട്ട് കൂട്ടൂല തോന്നുന്നു. അതൊക്കെ എന്താണ് ഇവിടെ കൊഴിഞ്ഞാടി അടുക്കൂടെ ഇല്ല. വൈനൊഴുത എണ്ണപ്പെട്ടാലും ശരി ബിളമ്മിയിലായി വേറെ അങ്ങനെ കൂട്ടം കുറേ കൂട്ടത്തിൽ കൂടുമ്പോൾ 2 മണിക്ക് എന്തുണ്ടാവും, ഒരു സ്ഥാനം ഉണ്ടാവുന്നല്ല. അത് ഒറ്റക്കാ നിലക്കുന്നുണ്ടാവില്ല, ഒരു സ്ഥാനം ഉണ്ടാവില്ല. അപ്പോൾ ഒറ്റക്കാ നിലക്കുണ്ടാവില്ല, അതിനെ വിൽക്കപ്പെടില്ല. അതൊക്കെ വെറുതെ എടുക്കുകയാണെങ്കിൽ താല്പര്യം. 2 മണിയാണ്ട് ഞാൻ ഒന്ന് മുളപ്പിച്ചോട്ടെ, മുളക്കുമല്ലേ നോക്കാൻ എന്നൊക്കെ ചെയ്യാം. അല്ല കച്ചവടത്തിന് പറ്റില്ല. ആലത്തില്ലഹുവി അപ്പോൾ ഉപകാരമില്ലാത്തതിന് എണ്ണാണ് ഇപ്പോൾ അശ്റാത്ത്. പിന്നെ ഉപകാരമില്ലാത്ത പിടിമൃഗം, അതുപോലെ തന്നെ 2 ഹബ്ബ 2 മണി ഗോതമ്പം, അതുപോലെ തന്നെ ആലത്തില്ലഹു കളിയായുധം, കത്തമ്പൂരി വീണ പോലെ, വൽ മിസ്മാരി കൊയൽ പോലെ. ഇതിലാനപ്പബിയ ചെറിയ ഒരു ഉപകാരം ഇതിലൊന്നുമില്ല. വീണയിലും അതുപോലെ തന്നെ കൊയലും പിന്നെ കൊയലുകളൊക്കെ ഉണ്ടല്ലോ, അതിലൊന്നും ഇല്ല. ഒരു ചെറിയായ ഒരു ഉപകാരം അതിലില്ല. അതുകൊണ്ട് തന്നെ ആലത്തുള്ള ഊലും വെക്കാൻ പറ്റില്ല. ഇതിലാനപ്പബിയ വക്കീല തൊസിഹുൽ ആലത്ത് ഒരു കീലുണ്ട്, ആലത്ത് പറ്റും, സഹിയാകും ആലത്തിൽ. ഐ ബൈവായനെ വെക്കാൻ പറ്റും. അപ്പം ഇന്നൊദ്ദ റുലാല് അതിൻ്റെ റുലാലിനെ എണ്ണിയാൽ റുലാല് ബിളമ്മിറായി റുലാല് അത് മുക്കസ്സിറു അതിൻ്റെ പൊട്ടിയ ഭാഗങ്ങളൊക്കെ എണ്ണിയാൽ മാലായിട്ട് എണ്ണാണെങ്കിൽ അതിൻ്റെ സംഗതികൾ എന്താ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ എന്താക്കും, അത് പൊട്ടി ഉപകാരപ്രദമാകുകയാണെങ്കിൽ അതിൻ്റെ വേസ്റ്റുകളൊക്കെ
അതൊക്കെ ഉണ്ട് തുമ്പില്ലാതായാൽ അതിൻ്റെ വേസ്റ്റുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ എന്താക്കി ആ മുക്കസ്സറാത്ത് അതൊക്കെ അതിൻ്റെ അതിൻ്റെ പാർട്സുകളൊക്കെ മുതലായിട്ട് എണ്ണാണെങ്കിൽ എന്താക്കും പറ്റും. അത് ഇരുമ്പിൻ്റെ സാധനം കൊണ്ട് ഇരുമ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ ആണ്, അല്ലെങ്കിൽ പിച്ചളനാലാണ്, ഇങ്ങനത്തെ അതിൻ്റെ പാർട്സുകളൊക്കെ എന്താകണം മുതലായിട്ട് എണ്ണാണെങ്കിൽ പറ്റും. ഇത് മജ്മൂഇക്കാണ് ഇതില്ലാത്തത്. മജ്മൂ ഉണ്ടല്ലോ, ഇത് ഈ പാർട്സുകളാൽ ഉണ്ടാക്കിയ സാധനം ആലത്തില്ലേ. അപ്പം ആ മജ്മൂഇനക്ക് വാങ്ങാൻ പാടില്ല. മജ്മൂ ഒരുമിച്ച് കൂടുമ്പോൾ അതിൻ്റെ പേര് മാറി. സംഗതി ഇരുമ്പാണ്, അല്ലെങ്കിൽ പിച്ചളയാണ്, അല്ലെങ്കിൽ സ്വർണ്ണമാണ്, അല്ലെങ്കിൽ വെള്ളിയാണ്. പക്ഷേ ഇത് സാധനം ഉണ്ടാക്കി വന്ന് നോക്കുമ്പോൾ എന്താണ്, ഇത് വീണ അല്ലെങ്കിൽ മറ്റെന്താണ് കുഴലൊക്കെയാണ്. അങ്ങനത്തത് എന്താക്കാൻ പറ്റില്ല, ശറഈയ ഒരു ഉപകാരമില്ലാത്തതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു കീലക്കാർ പറയുന്നത് എന്താണ്, മുതലായിട്ട് എണ്ണും, അതിൻ്റെ പാർട്സുകളൊക്കെ എന്താണ് മുതലായിട്ട് എണ്ണുമെങ്കിൽ വിൽക്കാൻ സഹിയാകും. ഒക്കെ ഇതിലൊരു കീലണ്ട് തസീഹുൽ ആലത്ത് പറ്റും, ഈ ബൈവാനെ വിൽക്കാൻ പറ്റും. ഇതിന് റുലാദഹാൻ്റെ റുലാദിനെ എണ്ണപ്പെട്ടാൽ, റുലാദ് പറഞ്ഞാൽ അതിൻ്റെ എന്താ പാർട്സുകൾ മാലായിട്ട് എണ്ണാണെങ്കിൽ ലിയന്നപ്പിയാനപ്പം മുത്തവക്തിയാൻ ശേഷം ഒരു ആവശ്യം എന്തുണ്ട്, ഒരു ഉപകാരം ഉണ്ടായില്ല. പെണ്ണ് ഇപ്പോൾ സ്വർണ്ണമാണെങ്കിൽ അല്ലെങ്കിൽ വെള്ളിയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ജാഷിരി ചെറിയ ജാഷ് പോലെ കൈത, ചെറിയ കൈതക്കുട്ടി അത് പിന്നീട് എന്തുണ്ട് വാരേൽപ്പിക്കാൻ അതൊക്കെ ഇപ്പം അങ്ങനെ വെറുതെ വാങ്ങിയെന്നല്ലേ ഉള്ളൂ. ഇപ്പോൾ ഉപകാരമൊന്നും ഇല്ലെങ്കിലും വെറുതെ അതിന് മറുപടി കൊടുത്തു. ബിയന്നഹൽ മാസിയത്തു, സംഗതി എന്താണ്, ബിയന്നഹ അല ഐഹത്തിഹ, അതിൻ്റെ ആ രൂപത്തിൽ, അതായത് ആലത്ത്, ബിയന്നഹ ആലത്ത് അലായത്തി ആലത്തിൻ്റെ ആ രൂപത്തിൽ ലായുക്സദു മിന്ന, അതിനാൽ ഉദ്ദേശിക്കപ്പെടില്ല വൈറൽ മാസിയ, അതിന് മാസിയത്തെ ഉദ്ദേശിക്കുള്ളൂ അല്ലേ. അതുകൊണ്ടാണ് എന്താക്കിയത്, ചെറിയ ഒരു ഉപകാരം ഇല്ലാത്തതുകൊണ്ട് അന്ന് എന്താ പറ്റൂല എന്ന് പറഞ്ഞത്. അതാണ് അസഹകാര് പറഞ്ഞത്, എന്താണ് പറ്റൂല എന്നല്ലേ. കീലക്കാരാണ് പറഞ്ഞത് പറ്റും. അതിൻ്റെ പാർട്സുകൾക്കൊക്കെ എന്തുണ്ട്, പാർട്സുകളൊക്കെ മുതലായിട്ടുണ്ടെങ്കിൽ പറ്റും. അതിന് നമ്മൾ മറുപടി കൊടുത്തത് എന്താണ്, അതുകൊണ്ട് ഒരു ഉപകാരമേ ഇല്ല സാധനം. കാരണം അതുകൊണ്ട് മാസിയത്തേ ഉണ്ടാവുള്ളൂ, ഷറഈന് കോട്ടയെ അതുകൊണ്ട് ഉണ്ടാവുള്ളൂ ആ സാധനം കൊണ്ട്, അതിൻ്റെ മജ്മൂഇ. അതുകൊണ്ട് എന്താക്കാൻ പറ്റില്ല, വെക്കാൻ പറ്റില്ല. അപ്പം അലായത്തിയ വറുദ്ദ എനിക്ക് മറുപടി കൊടുത്തു. ബിയന്നഹ ആ ആലത്ത്, അലായത്തിയ ആലത്തായ രൂപത്തിൽ, ലായുക്സദമെന്ന ആലത്തിനാൽ ഉദ്ദേശിക്കപ്പെടില്ല വൈറൽ മാസിയത്തല്ലാതെ. അപ്പം എന്തില്ല, ശറഈയ ഒരു ഉപകാരം ആ സാധനത്തിന് ഇല്ല. അതുകൊണ്ട് തന്നെ എന്താക്കുക, അത് വിൽക്കാൻ പറ്റൂല. വയസ്സിഹു സഹിയാകുന്നതാണ് ബൈഉൽ മായി വെള്ളം വിൽക്കാം, അലശക്തി ഒരു കരയുടെ മേൽ കേട്ടോ, ഒരു ഭാഗം ഈ ജാനിബിൻ്റെ ഒരു ഭാഗം, ആ ഭാഗം വെള്ളം അങ്ങനെ വെക്കാം. ഒത്തുറാവ് മണ്ണും വെക്കാം, മണൽ വെക്കാം. ബിസാറ മരുഭൂമിയിൽ നിന്നുള്ള മണലും വെക്കാം, മണ്ണും. മിമ്മൻ ആദഹുമ അതിനെ ഒരുമിച്ച് കൂട്ടിങ്ങനെ എന്താ ഓരോ അവകാശമായിട്ട് അവൻ എന്താക്കിയിട്ടുണ്ട്, ഒരുമിച്ച് കൂട്ടി വെച്ചാൽ ഓരോ ഭാഗം ഉള്ളതാക്കി വെച്ചിട്ടുണ്ട്, അവൻ അവകാശമായിട്ടൊക്കെ ഉണ്ട്. അപ്പം ഇന്നെന്താക്കാം, ഒരു ഭാഗത്തിന് എന്താക്കാം, വിൽക്കാം, അതിന് കുഴപ്പമില്ല. പില്ല സഹി അസഹായിക്കാട്ട് ലിഹൂരിൽ മംഫഅത്തി, രണ്ടിലും മംഫഅത്തുണ്ടല്ലോ, മണ്ണിൽ മംഫഅത്തുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്, മണ്ണ് ആവശ്യമുള്ളതാണ്, വെള്ളം ആവശ്യമുള്ളതാണ്. ഒലായക്തോഫീദാലിക്ക, ഇതിൽ മോശമാകൂല. മാ കാലഹു താനി പറഞ്ഞത് മിൻ ഇംകാനി താസീലി മിസ്ല ഉമാ ബിലാ താബിൻ വലാ മൂനത്തിൻ, പൈസ ഒന്നും ഇല്ലാതെ വാങ്ങിക്കൂടെ, അപ്പം അങ്ങനെ പൈസ ഇല്ലാതെ എടുത്തൂടെ, താബൊന്നും ഇല്ലാതെ എടുത്തൂടെ എന്നുള്ള അതുണ്ടാവില്ല. ഇവിടെ പ്രശ്നമാക്കൂല, മോശമാക്കൂല. വലായക്തോ കാദിയല്ല, മോശമല്ല. ഫീദാലിക്ക ഈ മംഫഅത്ത് ളാഹിറാകുന്നതിൽ എന്ത് മാ കാലഹു താനി പറഞ്ഞത്
അസാനി പറഞ്ഞ എന്താണ്? മിൻ ഇംകാനി തഹ്സീലി മിസ്ലഹും, അത് രണ്ട് പോലത്തതും കരസ്ഥമാക്കാം. അതായത് മരുഭൂമിയിലെ മണ്ണ്, ഒരു ഭാഗത്തുള്ള വെള്ളം, ഇതൊക്കെ എന്താക്കാം? കരസ്ഥമാക്കാം. ഇല്ലാത്ത ഒരു പ്രശ്നമില്ലാതെ, താപില്ലാതെ ഉണ്ടാക്കാം, കരസ്ഥമാക്കാം. മൂനത്തിൻ ചെലവും ഇല്ലാതെ. അപ്പം എന്താക്കണ്ടാവും? വാങ്ങേണ്ട ആവശ്യമില്ല അങ്ങനത്തതൊന്നും എന്ന് പറഞ്ഞതെന്തില്ല, ഇതിൽ കാതിയാകൂല. അപ്പം എന്താക്കാം? വിൽക്ക, അതിന് കുഴപ്പമില്ല എന്നാ സഹായപ്രകാരം പറയുന്നത്. അസാലിസ്, മൂന്നാമത്തെ മിൻ ഷുറൂത്തിൽ മബീ, ഈ മബീന്റെ ഷർത്തുകളിൽ നിന്ന് മൂന്നാമത്തെ ഷർത്ത്, ഒന്നും രണ്ടും പറഞ്ഞു. ഒന്നിൻ്റെ പറഞ്ഞ് താഹിറായിരിക്കണം, 2 മംഫഅത്തുണ്ടാവണം, 3 ഇംകാന തസ്ലീമിയെ കൊടുക്കാൻ പറ്റുക, ഏൽപ്പിക്കാൻ പറ്റുക കേട്ടോ. കച്ചവടം ചെയ്ത ആകാശത്തൂടെ പറക്കുന്ന പ്രാവിനെ വിറ്റു, അവന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ, പിടിച്ചെടുക്കാൻ പറ്റുമല്ലോ. അപ്പം തസ്ലീമിന് സാധ്യമാണോ കച്ചവടം ചെയ്യുന്ന സാധനം? അപ്പോൾ ഇംകാൻ സാധ്യമാവണം, തസ്ലീം സാധ്യമാവണം. അതായത് കൊടുക്കാനും വാങ്ങിയാനും സാധനം തിരിച്ചു കൊടുക്കാൻ പറ്റണം. നമ്മളെടുക്കുന്ന സാധനം വിറ്റാൽ ഓന് കൊടുക്കാൻ, ആരാണോ വാങ്ങിയത് അവന് കൊടുക്കാൻ പറ്റണം. തസ്ലീമിന് സാധ്യമാണോ? അങ്ങനെ ബേയഖ്ദുറ അലൈഹി, ബേയഖ്ദുറ, ആ ഇംകാന്, ആ തസ്ലീമിൻ്റെ മേലിൽ കഴിവുണ്ടാകുക തന്നെ. ബേയഖ്ദുറ ആവതാവുക അലൈഹി, ആ തസ്ലീമിൻ്റെ മേലിൽ. ആ സമ്മനെ കരസ്ഥമാലുകൊണ്ട് ഉറപ്പാക്കാൻ വേണ്ടി അല്ലേ? അത് പിന്നെ ആൾ സാധനം കൊടുത്തെങ്കിലില്ല ഇപ്പം അതിൻ്റെ ഉറപ്പാക്കാൻ പറ്റില്ല. വാങ്ങിയ പൈസ പറഞ്ഞ പൈസ കിട്ടണമെങ്കിൽ സാധനം ഏൽപ്പിച്ചു കൊടുക്കണ്ടേ? ഇപ്പോഴല്ലേ ഇപ്പോൾ ഇതിനകത്ത് തമാശകളിയാവില്ലേ? അപ്പം എന്താണ്? ഉറപ്പാക്കാൻ, അതിൻ്റെ ഇവള് എന്താക്കാൻ വേണ്ടി, ഉറപ്പാക്കാൻ വേണ്ടി, ഇവളിൻ്റെ വസൂല് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് എന്താക്കണം? സാധനം ഏൽപ്പിച്ചാൻ പറ്റണം, സാധനം ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റണം. തിരിച്ച് വിറ്റ സാധനം അവന് കൊടുക്കാൻ പറ്റണം എന്ന് വെക്കുമ്പോൾ, അപ്പം ഇംകാൻ, തസ്ലീമിൻ്റെ ഇംകാൻ വേണം എന്ന് പറഞ്ഞപ്പോൾ പലായ സിഹു പറ്റൂല, ബൈഉല്ലാലി, പോയ സാധനം വെക്കാൻ പറ്റൂല. ഇന്നത്തെ ഒരു 2 വാനത്തിൻ്റെ സ്വർണ്ണം ഉണ്ടായിരുന്നു, പോയിക്കണം, അത് വിൽക്കുക. അപ്പോൾ അതിന് എഴുതി കൊടുക്കാൻ പറ്റൂല. ലാഭിക്ക് ഓടിപ്പോയ ആളെയും വെക്കാൻ പറ്റൂല. വാനോ അല്ലെങ്കിൽ മനുഷ്യനോ അല്ലെങ്കിൽ ഓടിപ്പോയി കിട്ടുന്നുണ്ട്. അതായത് ഒരു അടിമ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അതേലേ ചാടിപ്പോയിട്ടുണ്ട്, അവനെ എവിടെയെന്നൊന്നും അറിയില്ല. അതുപോലെ തന്നെ മൃഗം, ഒരു കാളന്തേനല്ലേ, അതെന്തായാലും ആബിക്കതിന് ഇതിലേ ഓടിപ്പോയിന്, കയറർത്തൊക്കെ പോയിക്കണം. സാധനം കാണാനും തിരിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അതിനെ വെക്കാൻ പറ്റൂല. പലായ സിഹുബൈലാലി, ലാലിനെ വെക്കാൻ പറ്റൂല. വല്ലാബിക്ക്, ആബിക്കിനും വെക്കാൻ പറ്റൂല. ഒരു മഹസൂബിനും വെക്കാൻ പറ്റൂല. മഹസൂബായ സാധനം പിടിച്ചെറിച്ച സാധനമാണ്. അവൻ്റെ അടുത്ത് സാധനം ഉണ്ടായിന്, അതാരോ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. ഇനി എന്തായാലും അവനിപ്പോൾ ഏൽപ്പിച്ചാൻ കഴിയുമല്ലോ, അതുകൊണ്ട് അതിനെ വെക്കാൻ പറ്റൂല. ഇപ്പോൾ കച്ചവടം ചെയ്ത സമയത്ത് അതിനെന്താക്കാൻ കഴിയൂല, തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഏൽപ്പിച്ചാൽ കേട്ടോ. ലില്ലജിതി, അശക്തമായതിന് വേണ്ടി തസ്ലീമിയ, ഈ പറഞ്ഞ സാധനങ്ങളെ ഏൽപ്പിക്കുന്നതിനെ തൊട്ട് കേട്ടോ. ഈ പറഞ്ഞ മധുക്കൂറായ സാധനങ്ങളുണ്ടല്ലോ, അതെ, വാല്, ആബിക്ക്, മഹസൂബ്, പില്ലാലി, ഇപ്പം എന്താക്കാൻ പറ്റൂല, അതിനെ ഏൽപ്പിക്കാൻ പറ്റൂല, കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ അത് വിൽക്കാനും പറ്റൂല. ഫൈൻ ബാഹു, ഞാൻ അതിനെ വിറ്റു, അതിൽ മക്സൂബിനെ വിറ്റു കേട്ടോ. ഈ പിടിച്ചെറിച്ച സാധനമാണ്, അതിനെ വിറ്റു. ഒരാൾ തട്ടിക്കൊണ്ടതിന് എൻ്റെ അടുത്ത് നല്ല എന്തായിരുന്നു, ഒരു റാഡ വാച്ചുണ്ടതിന്, അല്ലെങ്കിൽ എന്തോ ഒരു നല്ല സാധനം ഉണ്ടായിരുന്നു, അത് മറ്റൊന്നും പിടിച്ചെറിച്ച് പോയി, അല്ലെങ്കിൽ വലിയൊരു മത്സ്യം ഉണ്ടായിരുന്നു, എന്തായാലും ആ സാധനം വിറ്റാൽ അതിൽ മഹസൂബ്, ആ മഹസൂബായ സാധനത്തെ വിറ്റു. കാതിനെയും അലാൻസായി, അവൻ്റെ അടുത്തുനിന്ന് തിരിച്ചു വാങ്ങാൻ കഴിവുള്ള ഒരാൾക്കാണ് വിറ്റത്. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഞാൻ വിറ്റത്, എനിക്ക് തരണോ വെച്ചാൽ എത്ര സംഖ്യറാ, ഞാൻ വാങ്ങിയോളാം, അവൻ വാങ്ങാൻ കഴിയും ചെയ്യും അവനോട്. അങ്ങനത്തെ ഒരാൾക്ക് വിറ്റാൽ
ഫൈംബായിൽ മൗസൂബിനെ വിറ്റൂലെ കാതിബിന്നലന്തിസായി അതിനെ തിരിച്ചു വാങ്ങാൻ കഴിയുള്ള ഒരാൾക്ക് ദൂനഹു ഓന കഴിയൂല, വായനക്ക് കഴിയൂല, വേറൊരാൾക്ക് കഴിയും, ഓനാണ് വിറ്റു. എന്നാ സഹാര സൈ സൈ അഭിപ്രായ പ്രകാരം സഹിയാണ് കച്ചവടം. നദറനില വസൂലിൽ മുസ്തരിയിൽ മബി, മുസ്തരിക്ക് എന്താവും മബിയിലേക്ക് ചേരാൻ പറ്റുമല്ലോ, മബി കിട്ടുമല്ലോ, ആ അതുകൊള്ള നോക്കിയിട്ട് നദറനില വസൂലിൽ മുസ്തരി ചേരും എന്നുള്ളത് കൊള്ള നോക്കിയിട്ടില്ല മബിയിലേക്ക്, അവന് മബി കിട്ടുമല്ലോ, വിറ്റ സാധനം അവന് വാങ്ങാൻ കഴിയുന്നല്ലേ. വസ്സാനി സാനിക്കാർ പറയണത് എമ്പറൂര് നോക്കും ഇരാജതിൽ ബായി ബിനസി, ബായിനിക്ക് കൊടുക്കാൻ കഴിയൂല, ബായല്ലേ വിൽക്കണത്, ഓനത് വാങ്ങി കൊടുക്കാൻ കഴിയുമല്ലോ, അതുകൊണ്ട് വിൽക്കാൻ പറ്റൂല. അത് സാനിക്കാർ. മറ്റാൾ പറഞ്ഞ ഓന് സാധനം കിട്ടുമല്ലോ അവന് വിൽക്കാം കേട്ടോ, അവന് വാങ്ങാൻ കഴിയുമെന്ന് പറഞ്ഞാലേ. ഒലവ് കതറായി സഹബയു, ഇനി ചങ്ങായിക്ക് തന്നെ വെക്കാൻ തിരിച്ചു പിടിച്ച് വാങ്ങിക്കൊടുക്കാൻ കഴിയുമെങ്കിൽ, ഒല കതറ കഴിയുമെങ്കിൽ അലന്തിസായിനെ തിരിച്ചു വാങ്ങുന്നതിൻ്റെ പേരിൽ സഹ ബയ്യു ബയ്യ സയ്യാവുന്നതാണ്, കത്ത ഉറപ്പായിട്ടും സയ്യാവുന്നു. ബായിനിക്ക് എന്താവും, അവനോട് അവൻ്റെ അടുത്ത് നിന്ന് വാങ്ങാൻ കഴിയും. എന്നാൽ അങ്ങനെ വിറ്റതാണ്, ഒരാൾക്ക് വിറ്റു വാങ്ങി കൊടുക്കാൻ കഴിയുകയും ചെയ്യും. അങ്ങനത്തെ ആളാണെങ്കിൽ 10 നിലക്ക് എന്താണെന്നാ കച്ചവടം സയ്യാവും. വലവ് വാഴുമിനൽ വാസിബി സഹ, വാസിബിൻ്റെ അക്കന്ന് തന്നെ വിറ്റു, വാസിബിൻ്റെ അക്കന്ന് എന്തായി വാസിബ പിന്നെന്തായി പറമ്പെന്ന് ഓൻ്റെ അക്കന്നാണ് വിറ്റാൽ എന്തായി, അതും സയ്യാവും. കാരണം സാധനം കിട്ടൂല എന്നുള്ള പ്രശ്നമില്ലല്ലോ. സഹാക്കത്താൻ വലവ് ബാൽ ആബിക്ക, ഞാൻ ആബിക്കിനെ വിറ്റു, ഒരു അടിമണ്ടേനും ഉണ്ടായില്ല, അത് ഓടിപ്പോയി, അല്ലെങ്കിൽ ആ മൃഗം ഉണ്ടായിരുന്നു, മൃഗം ഓടിപ്പോയി, വിറ്റു. മിമ്മ യസ്സലു അലി റദ്ദു, അത് തിരിച്ചു കൊണ്ടുപോകാൻ എളുപ്പമുള്ള ആളൊക്കെ ആ വിറ്റത്. അപ്പോൾ ഫീൽ വജാനിൽ മൗസൂബി, ആ മൗസൂബ് പറഞ്ഞ 2 വജ അവിടെ വരും കേട്ടോ. ആബിക്കിനെ കൊണ്ടുവരാൻ കഴിയുന്ന ആളുണ്ട്, അവനെവിടെയെന്ന് വെച്ചാൽ തിരഞ്ഞു പിടിച്ചാൽ കൊണ്ടുവരാൻ പറ്റുന്ന ആളാണ്, അവന് വിറ്റു. എന്നാൽ അവിടെ എന്തുണ്ട്, ആ മൗസൂബ് തിരിച്ചു വാങ്ങാൻ പറ്റുന്നവന് കൊടുക്കാൻ പറ്റും പറ്റൂല എന്നല്ലേ, ആ വജു ഇവിടെ വരും. വജാനിൽ മൗസൂബി ലാലിലും ഇങ്ങനെ പറയാം, തിരിഞ്ഞു പോയ സാധനം അവനെ തിരിച്ചെടുക്കാൻ കഴിയുന്നവനാണ്, എന്നാലും അവന് വിൽക്കാൻ പറ്റും പറ്റൂല. കാലൽ അസ്ഹരിയും, അസ്ഹരി പറഞ്ഞു അല്ലാത്തവരും വലായം പഴു ഇല്ല അലൽ അയവാനി കേട്ടോ, വലായ പഴു ലാല് ലാലില് പറ്റും അല്ലേ, ലാലിലും ഇതേമാതിരി എന്താക്കാൻ പറ്റും, വലായ കഴിവ് ഇത് സംഭവിക്കൂല ഇല്ലാലല്ല അയവാന്റെ മേലിലോ അല്ലാതെ, അയവാൻ ഇൻസാനാട്ടെ ഇൻസാനല്ലാത്തതാവട്ടെ. അപ്പോൾ അങ്ങനെ, അപ്പോൾ എല്ലാം വിൽക്കാൻ പറ്റും, എല്ലാത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ആബിക്കും അതുപോലെ തന്നെ ലാലും അതുപോലെ തന്നെ ഏതും മൗസൂബും. അപ്പോൾ വഖദായുഖാലു ലാലിലും ഇങ്ങനെ പറയാൻ പറ്റും. അല്ല അസരിയോ ഐറു, അസരി അല്ലാത്തവരും പറഞ്ഞെന്താണ് ഒരാൾക്കോ ഇല്ല അയവാന്റെ വലിയ ഈ ലാല് വാക്കിയേ ഉള്ളൂ. ഇൻസാനങ്കാരോ ഐറു, ഈ അയവാൻ എന്നുള്ളത് ഇൻസാനാവട്ടെ അല്ലാത്തതാവട്ടെ, അഭിപ്രായം അങ്ങനെ ലാല് അത് അതിലേ വാക്കിയേ ഉള്ളൂ.
പിന്നെ വലായസിഹു ബയ്യു നിസ്ഫിൻ, പൗതി വെക്കാൻ പറ്റൂല. മസലൻ മുഅയ്യൻ ഒരു മുഅയ്യന സാധനമാണ്, നിശ്ചിത സാധനമാണ്, അതിൻ്റെ പൗതിക്ക്. ഇപ്പോൾ ഫോണാണ്, ഫോണിൻ്റെ പൗതി വെക്കുക, അല്ലെങ്കിൽ പാത്രമാണ്, പാത്രത്തിൻ്റെ പൗതി വെക്കുക, അല്ലെങ്കിൽ വാളാണ്, വാളിൻ്റെ പൗതി വെക്കുക. ഇതെന്താവില്ല, സഹിയാകൂല. വലായസിഹു സഹിയാകൂല ബയ്യു നിസ്ഫിൻ, നിസ്ഫുക്കല് മുഅയ്യനിൻ. മസലൻ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നിസ്ഫ് നിൽക്കാം, റുബു ആയിക്കോട്ടെ, മുക്കാലായിക്കോട്ടെ, അരക്കാലായിക്കോട്ടെ, ഏതായാലും ഫുള്ളില്ല. മുഅയ്യനിൻ മിനല്ലീനായി, പാത്രത്തിനാൽ, വസൈഫി വാളിനാൽ, വനഹിമിം അതുപോലത്തതും, കസോബിൻ നഫീസിൻ നല്ല വില പിടിച്ച വസ്ത്രമാണ്. യങ്കുസുബികത്തേന് മുറിച്ചാൽ എന്താവും, ചുരുങ്ങും, കീമത്ത് വില ചുരുങ്ങും, അങ്ങനത്തെ വസ്ത്രം. അതായത് അപ്പോൾ ഫുള്ള് ഇല്ല, വെക്കണില്ല, പൗതി വെക്കുക, ഇത് നടക്കൂല. അപ്പം വലായസിഹു ബയ്യു നിസ്ഫിൻ, പൗതി വെക്കാൻ പറ്റൂല. മസലായിട്ട് പറഞ്ഞാൽ നിസ്ഫ് എന്നുള്ളത് മുഅയ്യനിൻ, ഒരു നിശ്ചിതമായ സാധനത്തിൻ്റെ പൗതി വെക്കാൻ പറ്റൂല. ആ ഒന്നെന്തിനാൽ, മിനല്ലീനായി, പാത്രത്തിനാൽ, ഔ വസൈഫി വാളിനാൽ, വനഹിം അതുപോലെ കസോബിൻ നഫീസിൻ നല്ല വില പിടിച്ച വസ്ത്രം. യംബുസുബി കത്തി മുറിച്ചാ ചുരുങ്ങും, ഖീമത്തു വില. ലിൽ തസ്ലീമി ദാലിക ശറൻ, ശറൻ നൽകാ കുപ്പായം ഫുള്ളോനോ ഏൽപ്പിച്ചാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പോൾ കുപ്പായം വിറ്റ ഫുള്ളോനോ കൊടുക്കലെങ്ങനെ, ഒന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, പൗതിയല്ലേ വിറ്റിട്ടുള്ളൂ. ലിഅന്ന തസ്ലീമ ഫീഹി ലാ യുംകിനു ഇല്ലാ ബിൽ കസി, പൊട്ടിച്ചേ കൊടുക്കാൻ പറ്റുള്ളൂ. പൗതി പാത്രം വിറ്റ പൗതി പൊട്ടിച്ചു കൊടുക്കേണ്ടി വരും, പിന്നെ കൊണ്ടൊന്നും ഉണ്ടാവില്ല, ഒരു ഉപകാരം ഉണ്ടാവില്ല കേട്ടോ. ഷറാൻ ഇതിനെ ഏൽപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് വെക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത് കേട്ടോ. ലിൽ തസ്ലീമി ദാലിക ഷറൻ, ഷറൻ ഇതിനെ ഏൽപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ലിഅന്ന തസ്ലീമ ഫീ, അതിനുള്ള തസ്ലീം, അതിനെ ഏൽപ്പിക്കുക എന്നുള്ള ലാ യുംകിനു ഇല്ലാ ബിൽ കസരി, പൊട്ടിക്കാതെ കഴിയൂല, അവിൽ കത്തിയലും മുറിക്കാതെ കഴിയൂല. ഒഫീ നക്സുൻ, ആ പൊട്ടിക്കലിലോ മുറിക്കലിലോ ഒക്കെ എന്താണ് നക്സ് ഉണ്ട് താനും. തദയ്യുലിൽ മാലി, മുതലിനെ പാഴാക്കലുണ്ട്, പൊട്ടിച്ചാൽ പിന്നെ അതിൻ്റെ ഉപകാരം തന്നെ പോയില്ലേ. വയസിഹു ഫി സോബില്ലദി ലാ യൻഖുസു ബി ഖത്ഇ, മുറിച്ചാ ചുരുങ്ങാത്ത, വില ചുരുങ്ങാത്ത വസ്ത്രത്തിൽ പറ്റും കേട്ടോ. വയസിഹു പറ്റും, സഹിയാകും, ഫി സോബി വസ്ത്രത്തിലല്ലതി, എങ്ങനത്തെ വസ്ത്രമാണ്, ലാ യൻഖുസു വില ചുരുങ്ങൂല ബി ഖത്ഇ മുറിച്ചാൽ. ഖലീലിൽ കിർബാസി, കിർബാസിൻ്റെ നിന്ന് കട്ടിയുള്ളത് പോലെ. കിർബാസ് പരുത്തി വസ്ത്രം, പരുത്തി വസ്ത്രത്തിൽ നിന്ന്, വെളുത്ത പരുത്തി വസ്ത്രത്തിൽ നിന്നുള്ള കട്ടിയുള്ളത്, അതെങ്ങനെ എന്താക്കാം, മുറിച്ച് കൊടുക്കുന്നതുകൊണ്ട് എന്താവില്ല, വില കുറയില്ല. ഫില്ലസഹി അസഹായപ്രായത്തിൽ. അപ്പം മുറിച്ചു കൊടുത്താൽ വില കുറയില്ലെങ്കിൽ കുഴപ്പമില്ല, വില കുറയുന്നതാണ്, മുറിച്ചാൽ വില കുറയുന്നതാകുമ്പോഴാണ് ഉണ്ടാകുന്നത് പ്രശ്നം വരുന്നത്. ഫില്ലസഹി വസാനി, സാനിക്കാര് കാല പറഞ്ഞു, കത്തുവേനും മുറിക്കാന്നല്ല ഫുലാൻ തഹീരിൻ ലി ഐനിൽ മബി, മബീൻ്റെ ഐനിന് എന്താക്കാൻ വരും, ഒരു വ്യത്യാസമാക്കൽ വരും. അതുകൊണ്ട് എന്താവില്ല, പറ്റൂല. വക്കീല യസിഹു പിൻ നഫീസി, ഒരു കീലുണ്ട്, നഫീസ് പറ്റും, നല്ല വില പിടിച്ചതിൽ പറ്റും. ലിറിൽ ബായി ബിറി കേട്ടോ, ബായി ആ തിരുപ്പതിൻ്റെ, ഓനെ തിരുപ്പതിൻ്റെ ഇവിടെ ഓനെ പ്രശ്നമാവണില്ല, ഓന് ലറുകൊണ്ട് തിരുപ്പതിപ്പെടുന്നുണ്ട്, ഓനറിയാലോ അപ്പോൾ ഇത് പൗതിറ്റ ലറാണെന്നുള്ളത്, പൊട്ടിച്ചണ്ടി വരും, ഇങ്ങനെ ആവും, ഉപകാരമില്ലാതാകാൻ പറ്റൂല. വഖാല റാഫിയു, റാഫി ഇമാം പറഞ്ഞു, വൽ ഖിയാസു തർദുഹു, ഖിയാസ്, ഖിയാസ് ഉള്ളത്, തർദുഹു ഇതിനെ തുടർത്തലാണ്, ഈ ഖീലനെ ഫിസ്സൈഫി വല്ലിനായി കേട്ടോ. ഈ കീല തുടർത്തലാണ് നല്ലത്, ഖിയാസ് ഉള്ളത് സേഫിലും ഇനായിലും ഒക്കെ. ഒന്മായസ്തുക്ക് ബി നിസ്ഫു, നിസ്ഫ് സാധിക്കാവുന്ന ഒന്നിലൊക്കെ, നിസ്ഫ് കൊടുക്കാൻ പറ്റുന്ന, നിസ്ഫ് സാധിക്കാവുന്ന ഒന്നിലൊക്കെ തുടർത്തലാണ്. ഇതിനെ ഈ ഖിയാസ് ഉള്ളത്, ഈ പറഞ്ഞത് കേട്ടോ, ഇതിനെ തുടർത്തലാണ് ഈ കൗലിനെ, ഈ കീലനെ എവിടെ, സേഫിലും ഇനായിലും. ഒന്മായസ്തുക്ക് ബി നിസ്ഫു, നിസ്ഫ് പറയാൻ പറ്റുന്ന ഒന്നിലൊക്കെ. നിസ്ഫ് അവനതുപോലെ നിസ്ഫ് പോലത്തത്, റുബ് മിനസ്സോബി വസ്ത്രത്തിൽ നിന്ന്.
അപ്പം അങ്ങനെ വക്കാല റാഫി വൽ ഖിയാസ് തർദു ബിസ്സൈഫി വല്ലിനായി കേട്ടോ. അത് കഴിഞ്ഞു. റാഫി ഇമാം പറഞ്ഞു സൈഫിലും മിനായിലും ഈ തീലനെ തുടർത്തലാണ് ഖിയാസ് ഉള്ളത് എന്ന്. ഇനി വേറെ കാര്യം, വമിമ്മ യസ്തുഖു ബിഹി നിസ്ഫു, നിസ്ഫ് സാധിക്കാവുന്നതിൽപ്പെട്ടതാണ്. നിസ്ഫ് സാധിക്കാവുന്നതിൽപ്പെട്ടതാണ്. അവന് അല്ലേ നിസ്ഫ് പോലത്തെ റുബു അല്ലെ സുലുസ് എന്തായാലും വേണ്ടില്ല. മിനസ്സോബി വസ്ത്രത്തിൽ നിന്ന് അയ്യക്കൂന ദിറാൻ കേട്ടോ. മബിയാക ദിറാക. അപ്പോൾ വസ്ത്രത്തിൽ നിന്ന് ഒരു മുഴം അല്ലെ ഒരു മീറ്റർ അല്ലെ 2 മീറ്റർ. ഇത് എന്താണ് നിസ്ഫ് റുബ് അല്ലെ ഈ വസ്ത്രത്തിൻ്റെ അവസീല മുറിച്ചു കൊടുക്കലോ. ബിഹിൽ നിസ്ഫു, നിസ്ഫു സാധിക്കാവുന്നതിൽപ്പെട്ടതാണ്. അല്ലെങ്കിൽ നിസ്ഫു പോലത്തത് മിനസ്സോബി വസ്ത്രത്തിൽ നിന്ന് അയ്യക്കൂന ആവല് മബി ആവല് സിറാ ആവല് കേട്ടോ. അപ്പൊ നിസ്ഫിനെ കൊണ്ട് സാധിക്കാൻ വിൽക്കാൻ പറ്റുന്ന നിസ്ഫ് ഇങ്ങനെ 1 മുഴം അല്ലെ 2 മുഴം അല്ലെ 2 മീറ്റർ ഇങ്ങനെയൊക്കെ. കാല മുസന്നിഫ് പറഞ്ഞു ഈ ഷറൽ മദ്ഹബില് ഒത്തരീക്കുമെന്ന് അറാദ ഷിറാവോ ദിറാമിൻ സോബിൻ, വസ്ത്രത്തിൽ നിന്ന് 1 മുഴം വാങ്ങാൻ ഉദ്ദേശിച്ചവനിക്കുള്ള അതിന്റെ മാർഗം, തരീക്ക് മാർഗം വഴി മെൻ ഒരുത്തന് അറാദ ഉദ്ദേശിച്ചിരിക്കുന്നു സിറാദിറായൻ മിൻ സോബി, വസ്ത്രത്തിൽ നിന്ന് 1 മുഴം ഐസുക്കുലിനാലായസ്യു നമ്മൾ വിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞെടുത്തിട്ടോ. അവിടുക്കാണ് പറ്റും എന്ന് പറഞ്ഞെടുത്ത് പിന്നെ പ്രശ്നമില്ല. വിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞെടുത്ത് ഞാൻ ഒപ്പിച്ചാനുള്ള പരിപാടിയാണ് പറഞ്ഞിരുന്നത്. കാലം മുസന്നിഫ് പറഞ്ഞു ഷറൽ മദ്ഹബില് തരീക്കുമൻ അറാദ ഷിറാദ് ദിറായിൻ മിൻ സോബിൻ, വസ്ത്രത്തിൽ നിന്ന് 1 മീറ്റർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവൻക്കുള്ള മാർഗം ഐസുക്കുലിനാലായസ്യു നമ്മൾ പറ്റൂല എന്ന് പറഞ്ഞു കൊടുത്ത് കിട്ടും. എന്താണ് അയ്യുവാത്തിയ സാഹിബുഹു അലാ ഷിറായിഹി, കൊള്ളാനെ ആണ് ഒക്ക നമ്മൾ വാങ്ങാൻ. സുമ്മയൊക്കെ തഴവു കബല ഷിറായി, സുമ്മയൊക്കെ തഴവു കബല ഷിറായി സുമ്മയസ്തരി ഫയസ്യു ബിലാ ഖിലാഫിൻ കേട്ടോ. അപ്പൊ വെക്കാന്ന് ആദ്യം വാങ്ങാൻ തീരുമാനിച്ചു. അപ്പൊ സീലൊക്കെ മുറിക്കാന്ന് ആദ്യം തീരുമാനിച്ചു. വാണെന്ന് പറയും. എന്നിട്ട് മുറിച്ചതിന് ശേഷം മുറിച്ചത് എന്താവുക വിലക്കിട്ടുക. അതാണ് സീലൊക്കെ വാങ്ങാൻ, വസ്ത്രം വാങ്ങാൻ നല്ല എളുപ്പമാർഗം അതാണ്. വസ്ത്രം വെക്കാൻ നന്നായിട്ട് മുറിച്ചാക്കുമ്പോൾ വില കുറയുന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. ഇത് എന്താണ് അപ്പം എന്തായി, വിൽക്കാൻ പറ്റൂല, വസ്ത്രം മുറിച്ചു കൊടുക്കാൻ പറ്റൂല. വസ്ത്രം മുറിച്ചു കൊടുത്താൽ എന്താവും, അപ്പം അത് വസ്ത്രമായിട്ട് നിൽക്കുന്നതാവും. സീല മാത്രമാവില്ല. സീലാവുമ്പോൾ പ്രശ്നമില്ലല്ലോ. ഒത്തരീക്കുമൻ അറാദ ഷിറാവ് ദിറായിൻ മിൻ സൗബിൻ ഹൈസു, സൗബ് ആണ് പറയുന്നത് വസ്ത്രം. വസ്ത്രത്തിന്റെ മാതല്ല അല്ലേ. മിൻ ഹൈസു കൊല്ല നമ്മൾ പറയുമ്പോൾ ലായസിഹു സാഹിബുഹു. അപ്പം ലായസിഹു എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ വിൽക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അപ്പം ഈ മാർഗം പറഞ്ഞു തന്നെ അതിനുള്ളൊരു ഫോൺ വഴി പറഞ്ഞുതരാം. വാങ്ങാൻ യുവാത്തിയ യോജിക്കുക സാഹിബിനോട്, ആദ്യം വസ്ത്രത്തിന്റെ സാഹിബിനോട് യോജിക്കുക. ഞാൻ വാങ്ങുമെന്നറിയാം, വാങ്ങുമെന്നുള്ളതിൻ്റെ മേലിൽ ഇത്തിഫാക്കാവുക. സുമ്മയൊക്കെ തഴവു പിന്നെ മുറിക്കുക. കപിലശ്വര വാങ്ങിയിട്ടല്ല മുറിക്കണം, വാങ്ങണതിൻ്റെ മുമ്പ് മുറിക്കുക, എന്നിട്ട് അതിൻ്റെ വില കൊടുക്കുക. 1 മീറ്റർ മുറിച്ചിട്ട് 1 മീറ്ററിൻ്റെ വില കൊടുക്കുക. സുമ്മയൊക്കെ തഴവു കപിലശ്വരായി സുമ്മയശ്ചരി ഫയഫ്സിഹു ബിലാ ഖിലാഫിൻ. സ്കോലത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, എന്താവും സഹിയാകും. 1 മീറ്റർ മുറിച്ചാൽ വാങ്ങാന്ന് തീരുമാനിച്ചാൽ സീലൊക്കെ നോക്കിയിട്ട് സീല ഇഷ്ടപ്പെട്ട ശേഷം ഇത് വാങ്ങാൻ തീരുമാനിക്കുക, അതിൻ്റെ ശേഷം മുറിക്കുക, എന്നിട്ട് എന്താക്കുക, അതിൻ്റെ വില കൊടുക്കുക. അപ്പം എന്താണ് ഈ കച്ചവടം പറ്റും, അതിക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. സുമ്മസ്തരി ഫയസ്യു ബിലാ ഖിലാഫിൻ. അമ്മ ബൈഉൽ ജുസി ഷായി മിനൽ ലിനായി വനഹവി ഫയസ്യു കേട്ടോ. ഷായിയായ ഒരു ജുദിനെ വിൽക്കില്ല. ഷായിയായ ഓനമ്പനൊക്കെ കണക്കാണ്, രണ്ടാൾക്കും അവകാശമുള്ളതാണ്. ഭൂമി രണ്ടാളെ സേർ ഭൂമിയാണ്, അല്ലെ രണ്ടാൾക്ക് ഉള്ള പാത്രമാണ്, അതിൽ ഒരാളെ വാങ്ങാണ്ട് വിറ്റു. അമ്മ ബൈഉൽ ജുസി ഒരു അംശം വിൽക്കല്, ഷായിയായ അംശം വിൽക്കല് മിനല്ലിനായി പാത്രത്തിൽ നിന്നും, പാത്രം പോലത്തെ വസ്ത്രം ഇത് നോക്കെ ഫയസിഹു പറ്റും.
വയസീർ മുസ്തരിക്കൻ, ഓനതിൽ കൂറാവും ചെയ്യും, മുസ്തരിക്കാവും കേട്ടോ. ഇപ്പോൾ രണ്ടാളൊരു പാത്രമാണ്, ഒരാളെന്തായി ഒരാളെ അംശം വിറ്റു മറ്റാക്കുക, അപ്പോൾ രണ്ടാളൂടെ എന്താവും കൂറാവും. സ്ഥലം അതേമാതിരി തന്നെ ഒക്കെ അങ്ങനെ, ഭൂമി ഒക്കെ അങ്ങനെയാവും. രണ്ടാളെ കൂറിയിട്ടല്ല ഈ ആളെ ഭാര്യ എന്തായി മറ്റാക്കാണ്ട് വിറ്റു, അപ്പോൾ ഭൗതികര് വരും. ആ ഭൗതിക്കുന്നതിന് എന്തില്ല, കുഴപ്പമില്ല. അമ്മാബൈൽ ജുസി ഷായിയായ ജുദിനെ വെക്കല് മിനല്ലിലായി പാത്രത്തൊന്നും മനാവി പാത്രം പോലത്തിൽ നിന്നും ഫയസിഹു അത് പറ്റും. ഫയസീർ മുസ്തരിക്കൻ, അതിലെന്താവും മുസ്തരിക്കാവും, കൂറായവനാവും ചങ്ങായി ആ പാത്രത്തിൽ. ഓ ബയ്യു ദിറായി മുഅയ്യൻ, ഒരു നിശ്ചിത മുഴം വാങ്ങല് വിൽക്കല് ഇതിനല്ലാതെ ഭൂമിയിൽ നിന്ന് യസിഹുവായാൽ അതും പറ്റും. ഇത്ര മീറ്റർ അല്ലെങ്കിൽ ഇത്ര എന്താണ് ഏക്കറ അല്ലെങ്കിൽ ഇത്ര സെന്റ് ഇങ്ങനെ വിൽക്കൽ എന്താണ് കുഴപ്പമില്ല. അത് മുറിച്ച് വിൽക്കലല്ല, ബോധി വിൽക്കുക, ഒരു സാധനത്തിൻ്റെ ബോധി വിൽക്കുക, ആ ബോധി വിൽക്കലൊന്നും ഒന്നുമില്ല, ഇവിടെ കുഴപ്പം വരില്ല. രണ്ട് നസീബിന്റെ ഇടയിൽ ഒരു അതിര് വെച്ചാൽ പോരെ, അത് ഇവിടുന്ന് അങ്ങോട്ട് അവൻ്റെത് ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ പറഞ്ഞാൽ അങ്ങനെ അതിരക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ട് പറ്റും കേട്ടോ. ഫയസിഹു യസീർ മുസ്തരിക്കും ബയ്യു ദിറായി മുഅയ്യനിൻ, ഒരു നിശ്ചിത മുഴത്തിനെ വിൽക്കല് മിനല്ലാതെ ഭൂമിയിൽ നിന്ന് യസിഹു സഹിയാകുന്നതായാലും കേട്ടോ. മറ്റുള്ളവർക്ക് സഹിയായ മാതിരി തന്നെ ഇതിനും വിൽക്കാൻ പറ്റും. ലേഹസോനി തമ്മീദ്, തമ്മീദ് കരസ്ഥമായതിനു വേണ്ടി ഫിയാ ബൈനൻ നസീബൈൻ, ആ ഭൂമിയിൽ എന്താണ് രണ്ടാളെ നസീബിന്റെ അടിയിൽ എന്താക്കും, തമ്മീദ് കരസ്ഥമാക്കാലോ. ബില്ലാലാമത്തെ അടയാളം വെച്ചിട്ട് നിങ്ങൾ അതിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അവിടെ ഇവിടെ കല്ലും കുത്ത അവിടെ കല്ലും കുത്ത, അല്ലെങ്കിൽ ഇവിടെ കുറ്റിയടിക്കുക അവിടെ കുറ്റിയടിക്കുക, അങ്ങനെ വെക്കാൻ കഴിയല്ലോ, അതുകൊണ്ട് വെക്കുന്നതിന് കുഴപ്പമില്ല. കാല റാബിയോ, ഇമാം റാബി പറഞ്ഞു വലക്ക എനിക്കുണ്ട് എന്താക്കൂല പറയല്, എനിക്ക് പറയാൻ ഇവിടെ ചാൻസ് ഉണ്ട്. മൊറാഫിക്കുൽ ബുക്കാത്തി ബിൽ അലാമത്തി കേട്ടോ. ഈ സ്ഥലം എന്താക്കുക, അടയാളം വെച്ചാണ്ട് ആക്കുക എന്നുള്ളത് അതൊരു കുടിസാക്കും. അപ്പോൾ തമ്പുസുൽ കീമത്ത്, വില ചുരുക്കം ചെയ്യും. അങ്ങനെ വേണേ പറയാം. എന്താണ് അടയാളം വെച്ചാണ്ടൊക്കെ എന്താക്കുമ്പോൾ എന്താവും, വില ചുരുങ്ങും. അവിടെ ഒരു കുടിസാലൊക്കെ വരും, അതിരിടലുകൊണ്ടും ഇതുകൊണ്ടൊക്കെ എന്ന് പറഞ്ഞത്. അങ്ങനെ പറയാം. ഫല്യക്കുനിലൊക്കെ അപ്പോൾ വിധിയാട്ടെ, ഭൂമിയിലുള്ള വിധിയാട്ടെ, അല തഫ്സീലി ഫിസോബി, വസ്ത്രത്തിൻ്റെ ആ തഫ്സീൽ പ്രകാരമാവട്ടെ. ആദ്യം വില അറിയാൻ എത്ര വാങ്ങാൻ തീരുമാനിക്കുക, എന്നിട്ട് അളക്കുക, എന്നിട്ട് എന്താക്കുക, അതിന് വില കൊടുക്കുക, അങ്ങനെ ആയിക്കോട്ടെ. എന്തൊക്കെ ഏകദേശമൊക്കെ ഒരേ മാതിരി തന്നെ വരും കേട്ടോ. പില്ലറിൽ അല തഫ്സീലി ഫിസോബി വസീയത്തി ബയ്യു ദിറായും മുബാമിൻ അർലിൻ ഔ സോബിൻ, ശേഷം വരുന്നുണ്ട് ഒരു മുഴം അല്ലെങ്കിൽ മുഴത്തുന്ന മുബഹമായ എന്നതെന്ന് പറഞ്ഞില്ല, എന്ന സ്ഥലം ഇവിടുന്ന് മുതൽ എന്നൊന്നും പറഞ്ഞില്ല. ഇതിന്നൊരു സെന്റ് സ്ഥലം, അതിന്നൊരു മീറ്റർ ശീല, ഇങ്ങനെ വാങ്ങല് അതിന്റെ വിധി ശേഷം വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.